നമുക്കറിയാം, മനുഷ്യ ശരീരത്തിൽ നിരവധി അവയവങ്ങളുണ്ടല്ലേ. ഈ ഓരോ അവയവങ്ങൾക്കും വ്യത്യസ്ത അസുഖങ്ങളാണ് ബാധിക്കാറുള്ളത്. ഇങ്ങനെ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെക്കുറിച്ചും പഠിക്കുന്നതിനായി ഓരോ പഠനശാഖകളും നിലവിലുണ്ട്. ആരോഗ്യ മേഖലയിൽ ഇത്തരം പഠനശാഖകൾ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത്തരം പഠനശാഖകളെ കുറിച്ചാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് കരളിനെ കുറിച്ചാണ്. കരളിനെ കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് ഹെപ്പറ്റോളജി എന്നാണ്. ഇനി മൂക്കിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ റിനോളജിയാണ് മൂക്ക് എന്ന അവയവത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖ. ചെവിയുടെ പതോളജിക്കൽ അനാട്ടമി, ഫിസിയോളജി, രോഗങ്ങൾ, രോഗനിർണയം, ചികിത്സ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ഓട്ടോളജി. ത്വക്ക്, നഖങ്ങൾ, മുടി, അവയുടെ രോഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്രത്തിന്റെ ശാഖയാണ് ഡെർമറ്റോളജി അഥവാ ചർമ്മരോഗശാസ്ത്രം. ഇനി മയോളജി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പേശികളുടെ ഘടന, അവയുടെ പ്രവർത്തനം, രോഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനശാഖയാണ് മയോളജി. വൃക്കയെക്കുറിച്ചുള്ള വൈദ്യശാസ്ത്ര പഠനശാഖ അറിയപ്പെടുന്നത് നെഫ്രോളജി എന്നാണ്. വൃക്കകളുടെ പ്രവർത്തനം, വൃക്ക രോഗങ്ങൾ എന്നിവയെക്കുറിച്ചാണ് നെഫ്രോളജിയിൽ പഠിക്കുന്നത്. ഇനി കാർഡിയോളജി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഹൃദയത്തിൻ്റെയും രക്തചംക്രമണ വ്യൂഹത്തിൻ്റെ ചില ഭാഗങ്ങളുടെയും തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് കാർഡിയോളജി. അടുത്തത് ഓങ്കോളജിയാണ്. അർബുദ രോഗങ്ങളുടെ, അതായത് ക്യാൻസർ രോഗങ്ങളുടെ പഠനത്തെയാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. അടുത്തത് എംബ്രിയോളജി. എംബ്രിയോളജി അഥവാ ഭ്രൂണശാസ്ത്രം എന്നത് ആനിമൽ ബയോളജിയുടെ ഒരു ശാഖയാണ്. മനുഷ്യന്റെ പല്ലുകൾ, താടിയെല്ലുകൾ, വായ, അനുബന്ധ അവയവങ്ങൾ എന്നിവയുടെ ഉത്ഭവം, വളർച്ച, ഘടന, പ്രവർത്തനം, രോഗങ്ങൾ, ചികിത്സ, രോഗപ്രതിരോധം എന്നീ വിഷയങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ഒഡന്റോളജി. രക്തത്തിന്റെ ഗുണവിശേഷങ്ങളെക്കുറിച്ചും രക്തവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ചും പഠിക്കുന്ന പഠനശാഖയാണ് ഹീമറ്റോളജി അഥവാ രക്തപഠനശാസ്ത്രം. അടുത്തത് ഫ്രെനോളജിയാണ്. തലച്ചോറിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ഫ്രെനോളജി. കണ്ണുകളെക്കുറിച്ചും കണ്ണുകളെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചും രോഗനിർണയം, ചികിത്സ, ശസ്ത്രക്രിയ എന്നിവയെക്കുറിച്ചും കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് നേത്രവിജ്ഞാനം അഥവാ ഒഫ്താൽമോളജി. ഇനി അവസാനത്തേത് ട്രൈക്കോളജിയാണ്. തലമുടിയുടെയും തലയോട്ടിയുടെയും പഠനമാണ് ട്രൈക്കോളജി എന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചുമാണ് ഇത്തരം പഠനശാഖകളിൽ പഠിക്കുന്നത്.